നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ അവളെ അങ്ങ് ന്യായീകരിക്കുകയാണല്ലേ? ഹാ, നടക്കട്ടെ. തെറ്റ് കാണിക്കുന്നത് ആരായാലും ഞാൻ വഴക്ക് പറയും. അതെന്റെ ഒരു രീതിയാ. നിനക്കറിയാലോ, തെറ്റ് കാണിച്ചിട്ട് വന്ന അവളുടെ അച്ഛനോട് പോലും ഞാൻ ക്ഷമിച്ചിട്ടില്ല. പിന്നെയാ ഇവള്. അവളുടെ അച്ഛനോട് അമ്മ കാണിച്ചത് സമ്മതിക്കാം. അതൊരു തെറ്റ് പറ്റിപ്പോയതുകൊണ്ടാ. പക്ഷെ ഇതല്ല. തെറ്റ് ചെയ്യാത്ത മീനാക്ഷിയെ അമ്മ വെറുതെ സംശയിക്കുക. അവളുടെ ഭാഗത്ത് തെറ്റില്ലാന്ന് എനിക്ക് ബോധ്യപ്പെടണം. എന്നാലേ എന്റെ മനസ്സിൽ നിന്ന് സംശയം പോവും. അമ്മ സംശയമായിട്ടിരുന്നോ? പക്ഷേ എനിക്കവൾ അങ്ങനെ വിട്ടുകളഞ്ഞിട്ട് ഇവിടെ മനസ്സുറച്ചിരിക്കാൻ പറ്റില്ല. അവള് പോയിരിക്കുന്നത് അവളുടെ കുഞ്ഞിനെ തിരക്കിയ. ഞാൻ പോകുന്നത് എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയാ. അപ്പോ ഈ രാത്രിയിൽ എങ്ങോട്ട് ഇറങ്ങിപ്പോന്ന നീ എന്റെ ആരാ? ഓ, നീ എന്റെ കുഞ്ഞല്ലായിരിക്കുമല്ലേ? അമ്മേ, നീ എന്നെ അമ്മയെന്ന് വിളിച്ചിരുന്നത് ഉള്ളിത്തട്ടിയായിരിക്കുമെന്നാ ഇതുവരെ ഞാൻ കരുതിയിരുന്നത്. എന്നാ അങ്ങനെയല്ലായിരുന്നോ? അമ്മേ, ഞാൻ പെറ്റു വളർത്തിയ എന്റെ 3 മക്കളും 1000 വട്ടം എന്നെ അമ്മയെന്ന് വിളിച്ചാലും എനിക്കൊന്നും തോന്നുമായിരുന്നില്ല. പക്ഷേ നീ ഒരു പ്രാവശ്യം എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോ എന്റെ ഉള്ളിൽ സ്നേഹം കൊണ്ട് വിതുമ്പുമായിരുന്നു. എന്റെ മനസ്സ് വാത്സല്യം കൊണ്ട് നിറയുമായിരുന്നു. അമ്മേ, അമ്മയ്ക്ക് വേദനിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മനസ്സിലായി മോളെ, എല്ലാം മനസ്സിലായി. മക്കൾക്ക് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആവുമ്പോ മാറിപ്പോയേക്കണമെന്ന കാര്യം ഞാൻ മറന്നുപോയി. അതെന്റെ തെറ്റാ. എന്റെ അമ്മയെ മറന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയെ സ്നേഹിക്കാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. പക്ഷേ അമ്മ സ്വന്തം മകളായി എന്റെ മനസ്സോട് ചേർത്തതുപോലെ ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത മകളാ മീനാക്ഷി. അവൾക്ക് രക്തബന്ധമുള്ളത് അമ്മയോട്, എന്നോടല്ല. പക്ഷേ എനിക്കവൾ എന്റെ മകള് തന്നെയാ. അവള് കരഞ്ഞ എന്റെ ചേട്ടന് സഹിക്കില്ല. അവളെ കണ്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും അമ്മ. അതുകൊണ്ട് ഞാൻ അവളെ തിരക്കി പോവാ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.